ഭൂഗർഭജലം ഉപയോഗിച്ചാൽ ഈ സാധനം ഒരു മനുഷ്യൻ കുടിക്കില്ല. നിങ്ങളിപ്പോൾ ഈ കിങ്ഫിഷർ പിന്നെ ബീറിന് ആൾക്കാർ കൂടുതൽ വരുന്നത് എന്തുകൊണ്ടാണ്? മലമ്പുഴ വെള്ളം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഭൂഗർഭജലം ഈ നമ്മുടെ ഈ ഡിസ്റ്റിലറിക്ക് വേണ്ടി, മലബാർ ഡിസ്റ്റിലറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെന്താ ഇതിൻ്റെ ഒരു ഇപ്പോൾ എങ്ങനെയാണ് റമ്മായിരിക്കും? ജവാൻ റമ്മാണ് ഇപ്പോൾ അതന്നെ ഉൽപ്പാദിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിയമപരമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാം നീങ്ങി. ഇപ്പോൾ അവിടെ വലിയ പഴയ ഗോഡൗൺ ആണ്, അത് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ? അതോ പഴയ ഗോഡൗണിൽ തന്നെ ഒന്നും മാറ്റുന്നില്ല. പന്തലടക്കം പഴയ ഗോഡൗണിൽ, 7-ാം തീയതിയിലെ പന്തൽ നമ്മൾ ഇടുന്നതടക്കം പഴയ ഗോഡൗണിലാണ്. പഴയ ഗോഡൗണിൽ മതി. മെഷീനറീസ് ഇറക്റ്റ് ചെയ്യണമല്ലോ മാത്രം, അല്ലാതെ വേറെ ഉൽപ്പാദനമല്ല. അവിടെ മറ്റേ നമ്മൾ സ്പിരിറ്റ് ഉണ്ടാക്കണമൊന്നുമില്ല. അവിടെ സ്പിരിറ്റ് കൊണ്ടുവരും. സാധാരണ ഇപ്പോൾ കേരളത്തിൽ സ്പിരിറ്റ് ഉണ്ടാക്കണില്ലല്ലോ. തിരുവല്ലയിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് മലബാർ ഡിസ്റ്റിലറിയിലും ചെയ്യുന്നത്. ഇതും വേറെ അല്ല, അത് വേറെ. മേനോൻപാറ എന്തിനു നിങ്ങൾ ചർച്ച ചെയ്യണം? 10 ആൾക്ക് തൊഴിൽ കിട്ടുന്നതിന് നിങ്ങളൊക്കെ എതിരല്ല. പിന്നെന്താ? അത് വേറെ വിഷയം. അത് ആരോപണത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ല, നിങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോടോ. അല്ല, അതുകൊണ്ടല്ലോ ഇപ്പോൾ മേനോൻപാറ തുടങ്ങിയല്ലോ. മറ്റതിൻ്റെ എതിർപ്പ് അങ്ങനെ തുടരട്ടെ. അതൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇതിനു വേണ്ടി ഇതിൻ്റെ പിന്നിൽ ഒരു വല്ലാതെ ശ്രമം നടത്തിയ ഒരാളാണ് ഞാൻ. അന്ന് CI2-ൻ്റെ ജില്ലാ സെക്രട്ടറി ഞാനും. അന്നത്തെ എക്സൈസ് മന്ത്രി, തൊഴിൽ വകുപ്പ് മന്ത്രി ഗുരുദാസൻ എക്സൈസ് വകുപ്പ് മന്ത്രി ആയപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം തന്നെ ഉയർന്നു വന്നത്. പിന്നെ മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിലെ ആയപ്പോൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ നമുക്കത് ചെയ്യണം, കൂട്ടിക്കിടക്കണ സ്ഥാപനമല്ലേ, അത് തുറക്കണം. നിർമ്മാണശാലയ്ക്കെതിരെയുള്ള പ്രതിഷേധം നടത്തുമ്പോൾ കോൺഗ്രസും BJP എല്ലാം പറഞ്ഞു ആദ്യം മേനോൻപാറ നിങ്ങൾ നേരാക്കിയിട്ട് ഇത് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയോടെ നിൽക്കും. ഇപ്പോൾ അറിയോ, ഇന്നലെ അതിൻ്റെ സംഘാടക സമിതി യോഗം ചേർന്നു ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ട്. അതിൽ ഞങ്ങൾ എന്തേ ഉൾപ്പെടുത്തിയില്ല പറഞ്ഞിട്ടാണ് കോൺഗ്രസിൻ്റെ കംപ്ലയിൻറ്റ്. നിങ്ങളെന്താ, പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ്സുകാരിയാണല്ലോ, അപ്പോൾ എന്തേ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. എന്നിട്ട് ഞാൻ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിക്കോട്ടെ, ആർക്കെങ്കിലും നീ പറയാനുണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞോട്ടെ പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ആ യോഗത്തിന് വിളിക്കുന്നുണ്ട്. കോൺഗ്രസ്, BJP, CPI, CPM എല്ലാവരും, ജനതാദൾ, ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ ഉള്ളത്. അവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരാളും പ്രകടിപ്പിച്ചില്ല. ഈ വെള്ളത്തിൽ ആശങ്ക പ്രകടിപ്പിക്കാൻ നിങ്ങൾ ഇല്ലാത്തത് പറയണ്ട. ദയവ് ചെയ്തിട്ട് വെള്ളം എവിടെയെങ്കിലും സെപ്പറേറ്റ് പൈപ്പ് ലൈൻ ഇട്ടിട്ട് അത് കൊണ്ടുവരികയല്ല. ഇവർക്ക് കുറച്ച് വെള്ളം മതി. ആ വെള്ളം ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ല. ഇതിന് പറ്റിയ വെള്ളം എവിടെയാണ് കിട്ടുക? അവർ 2-3 ഭാഗത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് MCL ആണെന്ന് എനിക്കറിയും, മറ്റത് എവിടെയാണെന്ന് എനിക്കറിയില്ല. മലബാർ സിംസിൽ എക്സസ് വാട്ടർ ഉണ്ട്. ആ വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന് പറ്റിയതാണെങ്കിൽ ഈ വെള്ളം ഒരു പ്രധാന ഘടകമാണ്. സ്പിരിറ്റിൻ്റെ മാത്രം ക്വാളിറ്റി പോരാ. അപ്പോൾ ഞാൻ അതാ പറഞ്ഞത്, കിങ്ഫിഷർ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇതുണ്ടല്ലോ, അതിന് കൂടുതൽ ആൾക്കാർ കുടിക്കാൻ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്. വേറെ എവിടെ ബീർ ഫാക്ടറി തുടങ്ങിയാലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് വേണ്ടി നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ഒരു നല്ല ഒരു സ്ഥാപനം 10 ആൾക്ക് പണി കിട്ടുന്നതിന് കേടുവരുത്തരുതേ. പ്രതിദിന ഉൽപ്പാദനം എത്രയൊക്കെ ആയിരിക്കും? അങ്ങനെ അതിപ്പോൾ അതിൻ്റെ സാങ്കേതികമായിട്ട് കൃത്യമായിട്ട് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ അന്ന് ആ ഉദ്ഘാടന ദിവസം 7-ാം തീയതി അവിടെ വരുമല്ലോ. വരുമ്പോൾ ഒരു ടാങ്കർ വെള്ളം മതി എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, 1 ടാങ്കറോ 2 ടാങ്കറോ വെള്ളം? അതിപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊരു അവസരം എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ, കല്യാണം നടക്കുകയാണെങ്കിൽ 2 ടാങ്കർ വെള്ളം കൊണ്ടുവരില്ലേ? അതേ വേണ്ടുള്ളൂ എന്നാണ്. ടാങ്കർ അവിടുത്തെ ജീവനക്കാർക്ക് കുടിക്കാൻ തികയില്ലല്ലോ. അതന്നെ, അത് അത്രയും വേണ്ടുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. ഈ ആൾക്കാർ കുടിക്കുന്നത് വേറെ, ഇതിന് ഉപയോഗിക്കുന്നത് വേറെ, രണ്ടും രണ്ടായി കാണും. കുറേ കാലമുള്ള പാരമ്പര്യമുള്ള ഒരു സ്ഥാപനം പല സാങ്കേതിക പ്രശ്നങ്ങളുടെ കാരണം അത് മുടങ്ങി, ആൾക്കാരുടെ ജോലി പോയി. ഇപ്പോഴും ഞാൻ അന്ന് ഗുരുദാസൻ സഖാവ് തീരുമാനിച്ച്, ശങ്കരൻഡിയുമായി തീരുമാനിച്ചിട്ട് ഈ അവശേഷിക്കുന്ന തൊഴിലാളികളെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ടാണ് അന്ന് ഈ ഔട്ട്ലെറ്റുകളുണ്ടല്ലോ, ബീവറേജിൻ്റെ ഔട്ട്ലെറ്റുകളിൽ അവർ നിയോഗിച്ചു. ഇപ്പോഴും ആൾക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ മാത്രമല്ല, ആ തൊഴിലാളികൾക്ക് മറ്റുള്ളവർക്കൊക്കെ ശമ്പള വർധനവും മറ്റതും കിട്ടും. ഈ ചിറ്റൂർ ഷുഗറിന് പോയവർക്ക് ഒരു ശമ്പള വർധനവും ഇല്ലാണ്ട് അവർ ആ പഴയ ശമ്പളത്തിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവല്ലേ. എന്നാൽ പിന്നെ കേരളം മദ്യനിരോധനം ഏർപ്പെടുത്താൻ പറയും നിങ്ങൾ. അത് ചെയ്യുക. മദ്യനിരോധനം ഇപ്പോൾ ഗുജറാത്തിൽ പറഞ്ഞു, ഗുജറാത്തിൽ കിട്ടും മദ്യം, അറിയോ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. അപ്പോൾ ഇതൊക്കെ വെറുതെ പേരിന് മദ്യനിരോധനത്തിൻ്റെ വർത്തമാനം പറയാമെന്നല്ലാതെ ഈ ചിലപ്പോൾ നന്നായി കള്ളു കുടിക്കുന്നവരായിരിക്കും ഈ കുഴപ്പത്തിന്. ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഇപ്പോൾ ഒരു കള്ളു ഷാപ്പ് തീ കത്തിപ്പോയി. കള്ളു ഷാപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവർ വന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടെ തന്നെ തുടങ്ങണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, നിങ്ങൾ തുടങ്ങണ്ട പറഞ്ഞു.
അങ്ങനെ അതിന് സമരം നടത്തിയത് ആരറിയോ? കുടിച്ച് റോട്ടിൽ കിടക്കുന്നവരാണ് അവിടെ വന്നിട്ട് കള്ള് ഷാപ്പ് തുടങ്ങാൻ പാടില്ല പറഞ്ഞത്. അതിപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത. കള്ള് കുടിക്കുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്, അവരെന്നെ സമരത്തിന് മുമ്പിൽ വരിക. അതുകൊണ്ട് അതെനിക്കറിയില്ല, അതൊന്നും നമ്മുടെ ഇതിൽ പെട്ടതല്ല. പൂർണ്ണമായിട്ടും ബിവറേജസ് കോർപ്പറേഷൻ്റെ കീഴിലായി. യെസ് അത് കമ്പനി രജിസ്റ്റർ ചെയ്തു, അംഗീകാരം കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ, അന്ന് VS ഉള്ള കാലത്താണ് മറ്റത് കമ്പനിയാക്കി രൂപാന്തരപ്പെടുത്തിയത്. പിന്നെ അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ നടന്ന് ഇപ്പോഴാണ് അതിന് അംഗീകാരം കിട്ടിയത്. 7-ാം തീയതി അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ്. ഓക്കെ.